വന്ദേ ഭാരത് ട്രെയിൻ യാത്രക്കാർക്ക് നിലമ്പൂരിലേക്ക് കണക്ഷൻ ലഭിക്കുവാൻ നിലമ്പൂർ ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിക്കുമെന്ന് സതേൺ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ വിപിൻ കുമാർ. കുലുക്കല്ലൂർ സ്റ്റേഷനിൽ ക്രോസിംഗ് സൗകര്യം 10 മുതൽ ആരംഭിക്കുമെന്നും അറിയിച്ചു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനത്തിനെത്തിയ AGM PV അബ്ദുൽ വഹാബ് MP, ആര്യാടൻ ഷൗക്കത്ത് MLA എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്നും രാവിലെ 5:15 പുറപ്പെടുന്ന തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് രാവിലെ 10:02 ഷൊർണൂരിലെത്തുന്നത്. കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:10 ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് പുറപ്പെടും. വന്ദേ ഭാരതിലെത്തുന്നവർക്ക് നിലമ്പൂർ ട്രെയിൻ ലഭിക്കുന്നതിനായി നിലമ്പൂർ ട്രെയിനിന്റെ സമയം വൈകിക്കും. വൈകുന്നേരം 4:05 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്ന മംഗലാപുരം വന്ദേ ഭാരത് രാത്രി 8:30 ഷൊർണൂരിലെത്തുക. 8:35 ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള മെമു പുറപ്പെടും. മെമുവിന്റെ സമയം 9 മണിയിലേക്ക് ക്രമീകരിക്കുവാനും ധാരണയായി. കുലുക്കല്ലൂരിന് പുറമെ മേലാറ്റൂർ ക്രോസിംഗ് സ്റ്റേഷൻ ജൂലൈയിൽ തുറക്കുകയും ചെയ്യുന്നതോടെ നിലമ്പൂർ ഷൊർണൂർ പാതയിൽ കൂടുതൽ ട്രെയിനുകൾ സർവീസ് നടത്തുവാനുള്ള സാഹചര്യവും ഒരുങ്ങും. നിലമ്പൂർ യാർഡ് നവീകരണവും പ്ലാറ്റ്ഫോം വീതികൂട്ടലും അടക്കമുള്ള പ്രവൃത്തികളുടെ ടെൻഡർ നടപടികൾ വേഗത്തിലാക്കും. ഷൊർണൂർ നിലമ്പൂർ വേണാട് എക്സ്പ്രസ് നിലമ്പൂരിലേക്ക് നീട്ടുവാനുള്ള ആവശ്യം പ്ലാറ്റ്ഫോം വീതികൂട്ടലിന് ശേഷം പരിഗണിക്കാമെന്ന് ഉറപ്പും നൽകി. നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് അനുവദിക്കണമെന്ന ആവശ്യവും ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് വച്ചു. രാജ്യത്തെ പ്രധാന ടൂറിസം കേന്ദ്രമായ നിലമ്പൂരിൽ നിന്നും വന്ദേ ഭാരത് ആരംഭിച്ചാൽ വയനാട്ടിൽ നിന്നുള്ളവർക്കും തമിഴ്നാട്ടിലെ നാടുകാണി ഗൂഡല്ലൂർ മേഖലകളിലുള്ളവർക്കും പ്രയോജനപ്രദമാകും. ടൂറിസം മേഖലയ്ക്കും ഉണർവ് ലഭിക്കും. 8 കോച്ചുകളുള്ള വന്ദേ ഭാരതിന് പാതയിൽ സർവീസ് നടത്തുന്നതിന് മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ ഒന്നുമില്ല. റെയിൽവേ ബോർഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റാവുത്ത്, പാലക്കാട് ഡിവിഷണൽ ഓപ്പറേഷൻസ് മാനേജർ ബാലമുരളി, ഡിവിഷണൽ എഞ്ചിനീയർ മുഹമ്മദ് അസ്ലം, പ്രിയങ്ക ഗാന്ധി MPയുടെ പ്രതിനിധി ജോഷുവ കോച്ചി, അനസ് യൂണിയൻ, ഡോക്ടർ ബിജു നൈനാൻ, യു നരേന്ദ്രൻ എന്നിവരും AGMുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തു. SS Gold, pure gold. SS Group, Nilambur.